കാശ്മീർ യാത്രയുടെ ഒന്നാം ദിനം. ഈ അവധിക്കാല ദിനങ്ങളിൽ ഇന്ത്യയുടെ പല പ്രധാന നഗരങ്ങളിലൂടെയും യാത്ര ചെയ്ത് കാശ്മീരിലേക്ക് എത്തുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. ഇന്ന് കേരളത്തിന്റെ സാംസ്കാരിക നഗരത്തിൽ നിന്നും സ്മാരകങ്ങളും ശിലാലിഖിതങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ഹംപി എന്ന നഗരത്തിലേക്ക് 685 കിലോമീറ്റർ യാത്ര. അതിരാവിലെ 5:30 ഈ യാത്രയുടെ ആരംഭം. കുതിരാൻ ടണലിലൂടെയുള്ള ഈ യാത്ര വളരെ സുഖകരമാണ്. മുൻകാലങ്ങളിൽ ഈ വഴി പോയവർ പലതരത്തിലുള്ള യാത്രാക്ലേശങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകും. ആദ്യത്തെ ഒരു ബ്രേക്ക്. ഇനി യാത്ര ഒരു ചായ കുടിച്ചിട്ടാകാം. പാലക്കാടുള്ള ഒരു ചായക്കടയിൽ നിന്നും ചായയും ചെറിയ രീതിയിലുള്ള സ്നാക്സും കഴിച്ചു. അന്താക്ഷരി, വേർഡ് ഗെയിംസ് എന്നിങ്ങനെയെല്ലാമായി യാത്ര എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരുന്നു. തമിഴ്നാട്ടിൽ പ്രവേശിച്ചതിനു ശേഷം ഒരു പ്രഭാത ഭക്ഷണം. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കേരളത്തെ അപേക്ഷിച്ച് ഡീസൽ വില കുറവാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ദേശീയപാതകൾ പൊതുവെ വളരെ നല്ല സ്ഥിതിയിലുള്ളവയാണ്. എന്നാൽ ബ്രേക്ക് ലൈറ്റ് ദൃശ്യമാകാതെ നമ്പർ പ്ലേറ്റ് പോലുമില്ലാതെ പോകുന്ന ഇത്തരം വാഹനങ്ങൾ വളരെ അസ്വസ്ഥതയുളവാക്കി. പാലക്കാടും കോയമ്പത്തൂരും കഴിഞ്ഞ് സേലത്തേക്ക്, പിന്നീട് ബാംഗ്ലൂരിലേക്ക്, അവിടെ നിന്നും ചിത്രദുർഗ വഴി ഹംപിയിലേക്ക്. ഇതാണ് ഇന്നത്തെ യാത്ര. ഈ ദേശീയപാതയിലൂടെയുള്ള യാത്ര എല്ലാ തരത്തിലും സുഗമമാവും എന്ന ധാരണയിലാണ് ഈ റൂട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. യാത്രക്കിടയിൽ കണ്ട ഈ പ്രത്യേക രൂപത്തിലുള്ള മനുഷ്യരൂപങ്ങൾ കുട്ടികളെ രസിപ്പിച്ചു. അവരതിന് വ്യത്യസ്തങ്ങളായ പലതരത്തിലുള്ള രസമുള്ള പേരുകളിട്ട് കളിക്കുകയായിരുന്നു. ഇടയിൽ ഒന്ന് റീഫ്രഷ് ആകുന്നതിന് പെട്രോൾ പമ്പിലെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി. ബാംഗ്ലൂരിലുള്ള ശ്രീ മാരുതി സായിധാം ടെമ്പിളിന്റെ ഔട്ട്സ്കേർട്സിലൂടെ വാഹനം കടന്നുപോയി. അല്പം നേരം വൈകിയ ലഞ്ച്, കർണാടക സ്റ്റൈൽ താലി. വിശപ്പിന്റെ ആധിക്യം കൊണ്ട് എല്ലാ ഭക്ഷണവും നല്ല രുചിയുളവാക്കി. തമിഴ്നാടും കർണാടകയും വിൻഡ് മിൽ സ്ഥാപിക്കുന്നതിന്റെ കാര്യത്തിൽ കടുത്ത മത്സരത്തിലാണെന്ന് തോന്നി. ദേശീയപാതകളിൽ കാണുന്ന വിൻഡ് മിൽസിന്റെ ഭീമാകാരമായ ബ്ലേഡുകൾ വഹിച്ചുകൊണ്ടുപോകുന്ന വാഹനങ്ങൾ അത്ഭുതപ്പെടുത്തി. ഇവർ ഈ കാണുന്നത്ര കുഞ്ഞന്മാരല്ല കേട്ടോ. ഇതിന്റെ ബ്ലേഡിനു മാത്രം 60 മുതൽ 70 മീറ്റർ വരെ നീളമുണ്ട്.
ഈ ദേശീയപാതയിലൂടെയുള്ള യാത്രയ്ക്ക് ഇന്നത്തെ ടോൾ തുക 1800 രൂപയാണ്. ഹംപിയിലെത്തും തോറും മണ്ണും വിണ്ണും മാറി തുടങ്ങിയിരുന്നു. മേഘങ്ങളും മിന്നൽ പിണരുകളും തെല്ലൊന്നു ഭയപ്പെടുത്തി. യാത്രയുടെ വേഗത കുറച്ചുകൊണ്ട് ശ്രദ്ധയോടെ മുന്നോട്ടു നീങ്ങി. ആകാശത്തിലെ മിന്നൽ പിണരുകൾ മുൻപ് കാണാത്ത രീതിയിലുള്ള രൗദ്രഭാവം കൈവരിച്ചതായി തോന്നി. ഹംപിയിലേക്കുള്ള ഈ തുരങ്കയാത്രയിൽ ഇന്നത്തെ ഇടം കണ്ടെത്തുന്നതിനുള്ള തിരക്കും ഉണ്ടായിരുന്നു. ഗൂഗിളിന്റെ സഹായത്തോടെ സ്വാതി എന്നൊരു ഹോട്ടൽ കണ്ടെത്തി. പുതുതായി നിർമ്മിച്ച ഒന്നായിരുന്നു അത്. തെറ്റില്ലാത്ത സൗകര്യങ്ങൾ നിറഞ്ഞ ഈ ഹോട്ടൽ ഒരു ദിവസത്തിന് 2200 രൂപയാണ് ഈടാക്കിയത്. അവിടെ തൊട്ടടുത്ത് ഇതേ സ്ഥാപനത്തിന്റെ റെസ്റ്റോറന്റ് ഫെസിലിറ്റിയുമുണ്ട്. എങ്കിലും സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുകയായിരുന്നു ഞങ്ങൾ.